സർ ഹെൽപ്പ് മീ. ആക്ച്വലി ഇയാളുടെ തലയിൽ ഗുരുതരമായ പരിക്കാണ്. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപാട് രക്തം പോയായിരുന്നു. പ്ലീസ് ഡോക്ടർ. What? Raj? Hi! Oh my God! I can't believe this. How are you? This is Satya, our It's you. classmate. Hi! Oh my God! Long time. എന്താ സംഭവിച്ചേ? Actually, the thing is. ത്രിനേത്രനോ? Yes, sir. Third eye എന്ന് അർത്ഥം. It's a thriller. ഇൻട്രസ്റ്റിംഗ്. ഇത്രയും ദിവസം റൊമാൻറ്റിക് സ്റ്റോറീസ് ആയിരുന്നു വീക്ക്ലി ബ്ലോഗിൽ എഴുതിക്കൊണ്ടിരുന്ന. ദിസ് ഇസ് മൈ ഫസ്റ്റ് ക്രൈം ത്രില്ലർ. ഇത് മൂവി ആക്കണം എന്നുള്ളതാണ് എന്റെ ഡ്രീം, സർ. ഒരു പ്രാവശ്യം കൂടി ഒന്ന് വിവരിച്ചു പറയാമോ? ഷുവർ, സർ. സോ ഫൈനലി ആ CCTV ഫുട്ടേജ് കണ്ട് പോലീസ് വില്ലന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യും, സർ. ഫാന്റാസ്റ്റിക്. ദാറ്റ്സ് കൂൾ. താങ്ക് യു, സർ. ഹാവ് യുവർ ഐസ്ക്രീം. ഷുവർ, സർ. ഈ ഡീൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ഐ വാണ്ട് ടു ബൈ ദ സ്റ്റോറി. ഹൗ അബൌട്ട് 10 lakhs? താങ്ക് യു സോ മച്ച്, സർ. മീൻസ് എ ലോട്ട്, മീൻസ് എ ലോട്ട്. സീരിയസ്ലി മീൻസ് എ ലോട്ട്. യെസ്, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. സോ ഹൗ അബൌട്ട് ഗോയിങ് ടു ഗോവ? ഗോവയിലോട്ട് എന്തിനാ, സർ? കം ഓൺ, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു പറഞ്ഞതല്ലേ. ഈ ഒരു കഥയ്ക്ക് മാത്രം ഞാൻ 10 ലക്ഷം രൂപ തരുമെന്ന് വിചാരിച്ചോ? അമ്മേ, അവരെന്തിനാ ഐസ്ക്രീമിന് ഫോർക്ക് തന്നത്? സ്പൂൺ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഓ, ഒരു മിനിറ്റ്. നീ വിഷ്വലി കാണിച്ചവനും സ്ട്രെച്ചറിലിരിക്കുന്നവനും എന്തോ ഒരു വ്യത്യാസമുണ്ടല്ലോ. എന്റെ വിഗോ ഹാൻഡ് ബാഗ് എന്ന് വിചാരിച്ചു ഡോക്ടർ സാർ. സെയിം ഹിയർ. സ്മോക്ക് ചെയ്താലോ? എന്നാ വേഗം എടുക്ക. എന്താ മായ, ഇതുവരെ കല്യാണമായില്ല? ഇല്ലടാ, പെർഫെക്റ്റ് ആയിട്ട് കണക്ട് ആവുന്ന ഒരാളെ അന്വേഷിച്ച് നടക്കാം. ഇനി എത്ര നാള്? 30 വയസ്സാകാൻ പോകുന്നു. വേഗം കല്യാണം കഴിച്ചു. അതെ, എനിക്ക് അത്ര വലിയ അർജന്റ് ഒന്നുമില്ല. എന്റെ സാഡിസം സഹിക്കുന്ന ഒരാൾ വേണ്ടേ? നീ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ മായ. എന്താ സത്യ, ഈ കാലത്തും സോഫ്റ്റ് ആയ പെൺകുട്ടികളൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇംപോസിബിൾ. പോവാം. അതോ വരാം. പോയിട്ട് വാ, സൂക്ഷിച്ചു പോ. സിഗരറ്റ് വലിച്ചോ? ഇല്ലല്ലോ. സിഗരറ്റിന്റെ മണം പോണമെങ്കിലേ വെറ്റിലയും പാക്കും മാത്രം ചവച്ചാ പോരാ. 2 കൈകളിലും വേപ്പെണ്ണയും പുരട്ടണം. എപ്പോ നോക്കിയാലും ഇത് തന്നെ. ഗുളി കഴിച്ചോ? ഈയിടെയായിട്ട് നിനക്ക് ഇച്ചിരി ബുദ്ധി കൂടുതലാന്ന് തോന്നുന്നു. സ്ട്രിക്റ്റ് ആക്കിയില്ലെങ്കിലേ വലി കഴിഞ്ഞ് പിന്നെ കുടിയും കൂടുതലാവും. ഒക്കെ ഞാൻ തന്നെ അനുഭവിക്കുകയും ചെയ്യണം. മതി മതി, അതങ്ങ് വിട്ടേക്ക് മോളെ. ആദ്യം മരുന്ന് കഴിക്കും. വരുന്നുണ്ടല്ലോ ഈ സമയത്തോ? ഇത്ര നേരമായിട്ട് നിന്റെ ജോലി തീർന്നില്ലല്ലോ, പിന്നെ എനിക്കും ആയിക്കൂടെ? വാ രാമമൂർത്തി. നമസ്കാരം ശാസ്ത്രികളെ. നമസ്കാരം നമസ്കാരം. ഇരിക്കി. പിന്നെ മൂർത്തി, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വരുന്നതിന് മുമ്പേ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കണമെന്ന്. മെസ്സേജ് അയച്ചിട്ടാണ് സാറേ വന്നത്. സിംഗിൾ ടിക്കാണ് എനിക്ക് വന്നത്. എടുത്ത് വായിച്ചു നോക്കേ. ഈ പണ്ടാര മൊബൈൽ എന്നാ ഇങ്ങനെ തുടങ്ങുന്നത്? വന്നിട്ടുണ്ട്. വന്നല്ലോ. അന്ന് 2 ഫോട്ടോ റിജക്ട് ചെയ്തത്. ഫോട്ടോ നമ്പർ 3, പേര് രവിശങ്കർ, ബാംഗ്ലൂർ LNT കമ്പനിയിലെ ഉദ്യോഗസ്ഥനാ. ഇപ്പൊ അടുത്ത 2 ചേച്ചിമാരെ കെട്ടിച്ചു വിട്ടത്. അതും 1 രൂപ പോലും കടം വാങ്ങിക്കാതെ. സ്ത്രീധനം എത്രയാ അങ്കിളെ ചോദിക്കുന്നത്? എന്റെ മോളെ അവർ 50 ചോദിക്കുന്നത്. നമുക്കൊന്ന് ആഞ്ഞു പിടിച്ചാൽ 40 എത്തിക്കാം. കഴിഞ്ഞു. സ്ത്രീധനം കിട്ടിയ കട സൂപ്പർ മാർക്കറ്റ് ആക്കാന്ന് ഒരുത്തൻ പറയുന്നു. കാശ് പലിശയ്ക്ക് കൊടുക്കണമെന്ന് വേറൊരുത്തനും. ചേച്ചിയുടെ കല്യാണം റിക്കവർ ചെയ്യാന്ന് മറ്റൊരുത്തൻ. എന്താ അങ്കിളെ ഇങ്ങനൊക്കെ? മോളെ ഒന്ന് മിണ്ടാതിരുന്നേ. വേറെ നല്ല ബന്ധമുണ്ടേ പറമൂർത്തി. അങ്ങനെ ആയിക്കോട്ടെ ശാസ്ത്രികളെ. പാവം, ഇനി ഇവരന്വേഷിക്കണം തോന്നുന്നു. എന്തായാലും നമ്മുടെ ആള് ഇവരെ തേടി അന്വേഷിച്ചിറങ്ങിക്കഴിഞ്ഞു. ഈ കഥ ആരംഭിച്ച ദിവസം മാർച്ച് 1, 2020.
കാണാൻ പോകുന്നത് എല്ലാരും പ്ലാൻ ചെയ്തിട്ടാ. ഇതെന്തോ ബ്രോക്കറിനെ പോലെ ഷോക്ക് കൊടുക്കുന്ന രീതിയിലുള്ള പെണ്ണ് കാണല് ഞാൻ ആദ്യമായിട്ടാ. ഇപ്പൊ ഇവൻ കൊടുത്ത ഷോക്കിൽ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നില്ലേ, ഇതും അതുപോലെ തന്നെയാ. അല്ല എടുത്തേ, ലവ് അറ്റ് ഫസ്റ്റ് ഫോട്ടോ അതാ പിടിച്ചേക്കാൻ പറ്റാൻ. ഈ നാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാ ഇവിടെ. ഈ പരിപാടി കഴിഞ്ഞോട്ടെ, ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് പോവാം. ഇവിടുത്തെ തട്ടുകടയിലെ ഫുഡുണ്ടല്ലോ. എന്റെ അനിയൻ പറയുന്ന കേട്ട നാക്കിന്ന് വെള്ളം വരും. ആയിക്കോട്ടെ, അടിച്ചു പിടിച്ചേക്കാം. അയ്യോ ശേ, 6 വീണിട്ട് സന്തോഷമില്ലാതായി പോയല്ലോ ശാസ്ത്രികളെ. എന്താ ചെയ്യുന്ന? ഇയാളെന്തിനാ ഇവിടെ വന്ന്? നീ കളിക്ക്. എന്നാ പറ്റി മൂർത്തി? ഒരു നിമിഷം ശാസ്ത്രികളെ. എടി, വാ. സാറേ നമസ്കാരമുണ്ട് സാറേ. നമസ്കാരോ. വേം വാ. നമസ്കാരം സാർ. നമസ്കാരം. എൻ്റെ പേര് രാജശേഖർ. എന്താ പ്രശ്നം? ഞാൻ രാജ്കുമാർ. വരണം വരണം. ഒരു അർജന്റ് കാര്യം സംസാരിക്കണമായിരുന്നു. അകത്തോട്ട് വാ. അതായത് മോളെ, എന്റെ ഫോണിലുള്ള ഫോട്ടോസൊക്കെ എന്റെ കോണ്ടാക്ട്സിലുള്ള ആർക്കൊക്കെയോ പോയി. ആരുടെ ഫോട്ടോ ആർക്കൊക്കെ അയക്കേണ്ടത്, എന്തിനാ അയക്കേണ്ടതെന്ന് നിങ്ങൾ നോക്കാറില്ലേ? അല്ല, അത് ദേവി, ഇത് മോളെ ഇവിടെ വെച്ചൊന്നും ചോദിക്കല്ലേ. ഞാൻ വൈകുന്നേരം വിളിക്കാം കേട്ടോ. ആദ്യം ഇതെന്താണെന്ന് നോക്കട്ടെ. ഫോണിൽ കൂടി പറയണോ അതോ നേരിട്ട് കൈകാര്യം ചെയ്യണോന്ന് ഞാൻ പറയാം. അയ്യോ മോളെ, ആ? ഞാൻ വൈകിട്ട് വിളിക്കാം. അയ്യോ. സത്യം പറഞ്ഞ എനിക്ക് എൻ്റെ പഴയ സ്കൂളാണ് ഓർമ്മ വരുന്നത്. ലൈബ്രറി എങ്ങനെയാ, നല്ല സൈലന്റ് ആയിരിക്കും. ഞങ്ങളെല്ലാവരും ആരൊച്ച വച്ചാലാ കൂടുതൽ ശബ്ദം വരുന്നതെന്ന് ഓർത്ത് കളിക്കുമായിരുന്നു. നോസ്റ്റാൾജിയ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഈ ചായ ഏത് ബ്രാൻഡാ? 3 roses. ഗുഡ്. ഇനി ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ? അല്ല, ഈ 3 roses ഇപ്പൊ എത്ര ചെറുപ്പക്കാർ കുടിച്ചു കാണും? ഐ മീൻ, എത്ര പേര് പെണ്ണ് കാണാൻ വന്നർത്ഥം? ആദ്യമായിട്ടാ കുറച്ചു നാളായിട്ട് അച്ഛൻ എനിക്ക് ആലോചന തുടങ്ങിയത്. കൊണ്ടുവന്ന ആലോചന ഒന്നും എനിക്ക് ഇഷ്ടമായില്ല. അതെന്താണെന്ന് അറിയാൻ പറ്റുമോ? ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. എല്ലാവർക്കും സ്ത്രീധനം വേണോന്ന്, എങ്ങനെയൊക്കെ സമ്പാദിക്കാം, എങ്ങനെയൊക്കെ ബിസിനസ് തുടങ്ങാം. അതല്ലാതെ എന്നെക്കുറിച്ച് ആലോചിച്ച് ആരും വന്നിട്ടില്ല. അതുകൊണ്ട് വീട്ടിലോട്ട് ആരും വരാതെ വാട്സപ്പ് ചാറ്റ് ഉണ്ടങ്ങ് നിന്നുപോയി. വെറും വൃത്തിയിട്ടവന്മാരാ. കൂടുതൽ സ്ത്രീധനം മോഹിച്ചിട്ട് നല്ലൊരു ചായ അവര് മിസ് ചെയ്തു. ഞാൻ തന്നെ സംസാരിക്കുന്നുണ്ട്, ഇയാൾ ബോറടിക്കുന്നുണ്ടല്ലേ? ഞാൻ നേരെ കാര്യത്തിലേക്ക് കിടക്കാൻ പോവാം. ചില സമയങ്ങളിൽ റോങ് ഡയറക്ഷൻ പോലും നമ്മളെ നേരായ വഴിയിലൂടെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പൊ സംഭവിച്ചു അതൊക്കെ തന്നെയാണ്. ഒരു വലിയ പണക്കാരൻ, ഹൈദരാബാദിലെ ഡോക്ടറാണ്, അവൻ ഇവിടെ വന്ന് കല്യാണം കഴിക്കുമെന്ന്. ഇതൊക്കെ സത്യമാണോ കള്ളമാണോ ഇയാൾ ആലോചിച്ചോണ്ടിരിക്കുകയാണല്ലേ? അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഇയാളോടൊരു കാര്യം ഞാൻ പറയട്ടെ? ഐ മീൻ, പ്ലീസ് ഡോണ്ട് ജഡ്ജ് മീ. ഐ ഗോട്ട് യുവർ ഫോട്ടോസ് ജസ്റ്റ് 2 days ബാക്ക്. ആ ഫോട്ടോ കണ്ടതും ഞാൻ അവിടുന്ന് ഉടനെ ഇവിടേക്ക് പോരുകയായിരുന്നു. ഇയാൾ പോയ എല്ലാ ഇടങ്ങളിലും ഞാൻ തൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. റോഡ് സൈഡ് റൂമിയെ പോലെ ഞാൻ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. നേരിട്ട് സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ഇയാൾ പേടിച്ചെങ്കിലോ എന്നോർത്ത് എനിക്കും പേടി തോന്നി. നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഗോഡ്, ചോദിച്ചോളൂ. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. 2 ദിവസം കൊണ്ട് എന്നെ എങ്ങനെ ഇഷ്ടപ്പെട്ടു? നല്ലൊരു ചോദ്യമാണ്. ഫേസ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് ദ മൈൻഡ്. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തൻ്റെ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി താൻ ആരാണെന്ന്. എൻ്റെ കണക്കുകൂട്ടലുകൾ ഇതുവരെ തെറ്റിയിട്ടില്ല മഹതി മാഡം. ഒരുപക്ഷെ ഇത് റോങ് ആയെങ്കിൽ സൈലന്റ് ആയിട്ട് വന്നിട്ട് സൈലന്റ് ആയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ബട്ട് ഐ ആം നോട്ട് റോങ്. എനിക്ക് എന്ത് പറയണമെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. അതൊന്നും സാരമില്ല. ടേക്ക് യുവർ ഓൺ ടൈം. എന്താ അന്വേഷിക്കുന്നേ? അല്ല, ഇവിടെ പൂ വല്ലതും ഉണ്ടോ നോക്കട്ടെ. അത് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയാ. അത് വേപ്പിന്റെ പൂവാ. അതെ അതെ അതെ. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിയിരിക്കും. നോൺ വെജ് കൂടെ പുറത്തുനിന്നേ കഴിക്കുള്ളൂ. നമ്മൾ 2 പേരും പുറത്ത് കഴിക്കാൻ പോകുമ്പോൾ മാക്സിമം പാലക് പനീർ. ഇനി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും
പ്രോട്ടീൻ ഷേക്ക് മാത്രം. സത്യമായിട്ടും ഒരു മുട്ട പോലും കഴിക്കില്ല. 1 സെക്കൻഡ്. ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ അറേഞ്ച്ഡ് മാരേജ് ആണിത്. ഇതൊന്നല്ല, രണ്ടല്ല, 3 റോസസ് ഫോർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലേഡി. എന്റെ അമ്മേ. ആ, എന്റെ ചേട്ടൻ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് വേസ്റ്റ് ആയില്ല. നീ മുകളിൽ നിന്ന് എന്താ സംസാരിച്ചേ? നിങ്ങൾ താഴെ നിന്ന് എന്താ സംസാരിച്ചേ? ഹലോ സാറേ ഡോക്ടർ സാറേ, നമസ്കാരം സാറേ. മുരളിയേട്ടാ, നമസ്കാരം ഉണ്ട് കേട്ടോ. സാറേ, വാട്സാപ്പ് ഒന്നും എനിക്കത്ര അറിയില്ല. ആ പെണ്ണിന്റെ ഫോട്ടോ അറിയാതെ കൈതട്ടി ആരുടെയൊക്കെ ഫോണിലേക്ക് പോയി സാറേ, ക്ഷമിക്കണേ. എന്റെ മൂർത്തിയേട്ടാ, എനിക്ക് നല്ലൊരു സഹായമാണ് ചെയ്ത്. താങ്ക് യു സോ മച്ച്. അയ്യോ, ഇപ്പഴാ സമാധാനായേ. ആ പെണ്ണിന്റെ അച്ഛന് നിങ്ങളുടെ ഫാമിലി ഭയങ്കര ഇഷ്ടായി. സാറിന്റെ ജാതകം അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാട്സാപ്പില് സാറിന്റെ ജാതകം ഒന്ന് അയച്ചു തന്നെങ്കില്. ഡൺ മൂർത്തിയേട്ടാ. സന്തോഷം സാറേ, ഒന്ന് വേഗം അയക്കണേ. സത്യ, oh my god. Oh, cutie. ഹാപ്പി ബർത്ത്ഡേ. Thank you, Satya. This is Shruti, my best friend, my blood friend. Hey, നിന്റെ ബ്ലഡ് ഫ്രണ്ട് എവിടെ? അവൻ കല്യാണാലോചനയായിട്ട് പോയിരിക്കല്ലേ. നാളെ രാവിലെ തന്നെ വരുമെന്നാ പറഞ്ഞു. ഏയ് എടി, പതിയെ കുടിയടി. എന്തിനാ ഇത്ര സ്പീഡ്? ഹലോ, 5 years ആയിട്ട് ഞാൻ കുടിക്കുകയാണ്. നീ ഒന്നും എന്നെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് കൊള്ളാം. കുടിക്കാനും നിങ്ങൾക്ക് പ്രൊസീജിയർ ഒക്കെ ഉണ്ടോ? സത്യ, സൂക്ഷിച്ച് സംസാരിക്ക. ഹലോ, 30 വർഷമായിട്ട് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക. നീ എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. സോറി. അല്ല, നിന്റെ ബർത്ത്ഡേ ആയിട്ട് നിനക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തത്? അങ്ങനെയൊന്നുമില്ല, ഞാനിപ്പോ ഹാപ്പിയാണ്. ആ, വന്നല്ലോ. താങ്ക് യു. താങ്ക് യു. ഇത് കണ്ടോ? ഏയ്, മഹദിയ, നമ്മുടെ രാജുവിന്റെ ക്രഷ്, ഹീറോയുടെ ഫിയാൻസി. സൂപ്പർ ആയിട്ടുണ്ടല്ലേ? ഒരു ഗുണവുമില്ല. ഏയ് നിർത്ത്. നോക്ക് എത്ര ക്യൂട്ടാണ് അവളെന്ന്. 6ാം ക്ലാസ് വരെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. എന്തായാലും രാജ് ഭാഗ്യമുള്ളവനാ. നല്ല കുടുംബത്തിലെ പെണ്ണിയാ കിട്ടിയിരിക്കുന്നത്. സത്യ, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അല്ല, നീ എന്തിനാ അസൂയപ്പെടുന്നത്? ചുമ്മാതല്ല. പെണ്ണിന് പെണ്ണാ ശത്രു എന്ന് പറയുന്നത്. അത് സത്യമാണെന്ന് തോന്നുന്നു. ശരിയാ, മതി നിർത്ത്. ഹാപ്പി ആയിട്ട് നമുക്ക് പാർട്ടി തുടങ്ങാം. Come on, cheers everyone. Happy birthday to me. മായേ, നീ വളരെ മിടുക്കിയാടി. നിന്റെ ബർത്ത്ഡേ അന്ന് നിന്റെ ബോയ് ഫ്രണ്ടിന്റെ കല്യാണം നടന്നാലും നീ വളരെ സ്ട്രോങ് ആടി. ഹാറ്റ്സ് ഓഫ്. ലവ്വോ? അതെ. മായ, നീ ഇപ്പോഴും അവനെ മറന്നിട്ടില്ലേ?